ഹലോ. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താ നമ്മുടെ വിസ്റ്റം ടൂത്ത് റിമൂവലിൻ്റെ ഞാൻ അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വന്നതാട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ സ്റ്റിച്ച് എടുക്കേണ്ട ദിവസമാണ്. പക്ഷേ ഞാൻ ഇന്ന് സ്റ്റിച്ച് എടുക്കുന്നില്ല, കാരണം എനിക്ക് പറ്റില്ല. എനിക്ക് അതിനിടയ്ക്ക് ഒരു പണി കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ അത് പറയാനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് എൻ്റെ വിസ്റ്റം ടൂത്ത് റിമൂവൽ ജേർണിയിലെ ഫൈനൽ വീഡിയോ ആയിരിക്കും. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ മുഖത്തെ വിസിബിൾ മാറ്റങ്ങളൊക്കെ പോയി. ഇത് ഓൾറെഡി ഉള്ള ഒരു എന്താ പറയുക, ചുവന്ന് തുടുത്തിരിക്കുന്നതുകൊണ്ടുള്ള ഒരു വീക്കമാണ് മുഖത്ത്. ഇത് നോർമൽ ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കിയൊക്കെ എല്ലാം പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇനി ഞാനൊരു പഴം കഴിച്ചു മീൻസ് എന്താ പറയുക, അതെനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം അത് വളരെ ഗുരുതരമാണെന്ന് അഡ്രസ്സ് ചെയ്തത്. എനിക്ക് അതിനെക്കുറിച്ചൊരു ബോധമുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, നോർമലി ഫുഡ് കഴിക്കാൻ പ്രശ്നം ഉണ്ടാവുമല്ലോ, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വലിയ ഉരുളയൊന്നും ആക്കിയിട്ട് കഴിക്കില്ലേ, കുറേശ്ശെ അങ്ങനെ അല്ലേ കഴിക്കില്ല. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പം ഫീൽ ചെയ്തിട്ടില്ല. സംസാരിക്കാനും പറ്റുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ 3rd ഡേ തൊട്ട് തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എന്താ പറ്റിയെന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ള കാര്യം, എനിക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തില്ല. മൗത്ത് എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ ഞാൻ രാവിലെ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒരെണ്ണത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതായത് വേറെ 2-3 ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് അത് ഞാൻ അഡ്രസ്സ് ചെയ്തത്, ഡോക്ടറെ അടുത്ത് പറഞ്ഞത്. അങ്ങനത്തെ അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ പല്ല് പറിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ചെയ്യണം. കാരണം 2nd ഡേ സർജറി കഴിഞ്ഞ് 2nd ഡേ തൊട്ട് തന്നെ നമ്മൾ ഇവിടുത്തെ മസിൽസ് എവിടെയാണോ സർജറി ചെയ്ത ആ ഭാഗത്തെ മസിൽസിനെ ലൂസാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മുടെ ജോലായി വായ തുറക്കാം. ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് തുറക്കാൻ. കറക്റ്റായിട്ട് ഒരു കണക്കുണ്ടല്ലോ എത്ര വരെ പോകും എന്നുള്ളത്, അത് പറ്റുള്ളൂ. അതാണ് എനിക്ക് പറ്റിയ പ്രശ്നം. എനിക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് കഴിക്കാൻ പറ്റില്ല, ഇപ്പോഴും പറ്റില്ല കറക്റ്റായിട്ട്. ആൻഡ് ബനാന കഴിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ പിന്നീടാണ് റിയലൈസ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഡോക്ടറെ കോൺടാക്ട് ചെയ്തപ്പോൾ ക്ലിനിക്ക് എല്ലാം പറഞ്ഞു. അവർ നോക്കി. അപ്പോൾ സ്റ്റിച്ച് എടുക്കാൻ പറ്റില്ല, ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു 3 ഡേയ്സ് കഴിഞ്ഞ് എനിക്ക് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു കടമ്പ കൂടി എനിക്ക് കടക്കാനുണ്ട്. ഭയങ്കര പെയിൻഫുള്ളാണ്, നല്ല സ്ട്രഗിളാണ്. കാരണം ഇതിനൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഇങ്ങനെ 3 ഫിംഗേഴ്സ് ഇങ്ങനെ വെർട്ടിക്കലി നമ്മുടെ മൗത്തിലേക്ക് കയറണം, വളവും തിരിവും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട്. അപ്പോഴാണ് കറക്റ്റ് എൻ്റെ കണക്ക് വരാം. എനിക്ക് 2 വിരലേ പറ്റുള്ളൂ. ഇന്ന് മോർണിംഗ് ഞാൻ ഇന്നലെ തൊട്ട് കഠിന പരിശ്രമമാണ്. ഇന്ന് തൊട്ട് ഒരു 3 വിരലിൽ അങ്ങനെ ഭയങ്കര കറക്റ്റ് ഫിറ്റാണ് കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നല്ല സൈനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നാളെ മറ്റന്നാളാകുമ്പോഴേക്കും ഞാൻ ഓക്കെ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ റിവ്യൂവിന് പോകണം, എന്നിട്ടാണ് സ്റ്റിച്ച് എടുക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ എൻ്റെ മേത്ത് ഒരു 4 സർജറി കഴിഞ്ഞു. ഇപ്പോൾ ഇതടക്കം 5 സർജറി ആയിട്ടുണ്ട്. 2 സിസേറിയൻ, 2 കീ ഹോള്, പിന്നെ ഇതും. അപ്പോൾ വേറെ ഒന്നുമില്ല എന്ന് എൻ്റെ ഓർമ്മ. ഇനി കുട്ടിക്കാലത്ത് വല്ല തുന്നിക്കെട്ടിലുണ്ടോ എന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. അപ്പോൾ അല്ലെങ്കിൽ അതും. അപ്പോൾ എല്ലാതും കഴിയുമ്പോൾ നമ്മളൊന്നിപ്പോൾ ഫസ്റ്റ് ഒരു എത്രാമത്തെ ദിവസം ഒന്ന് നടക്കാനൊക്കെ പറയില്ലേ, അതന്നെയാണ്. അത്രയാണ് സംഭവം. ഇവിടെ നമ്മൾ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അവിടെ സ്റ്റിഫാവും, മസിൽസിന് പ്രശ്നമാവും. അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇല്ലെങ്കിൽ എനിക്ക് ഈ ദിവസം കൊണ്ട് സുഖമായിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹീലായിരുന്നു. ഞാൻ ഈ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഞാൻ യൂട്യൂബ് കുറേ ചാനലൊക്കെ നോക്കി, സെയിം പ്രോബ്ലം ഉള്ളവരുടെ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹീലായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇങ്ങോട്ട് കയറാത്തതുകൊണ്ടാണ് തോന്നുന്നു. അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ വിചാരിച്ചു രാവിലെ എനിക്ക് ഹോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് അടയ്ക്കണം വായ, അത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ഒരു സർജറിക്ക് പോകുന്നുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു സർജറിയോടുകൂടി. കാരണം
ഇത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഉണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യണ്ടേ, എനിക്കും വന്നിട്ടില്ല. അപ്പോഴാണ് ഓരോരുത്തർ തപ്പിയൊക്കെ നോക്കണേ വായിൽ എത്ര പല്ലുണ്ട് എന്നുള്ളത്. അത് വേറെ കാര്യം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പറഞ്ഞാൽ, അങ്ങനെ ഇഷ്യൂ ഉണ്ട് വെച്ചിട്ട് നിങ്ങൾ പാനിക് ആവുന്ന ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി, ഇറിറ്റേഷൻ. അതാണ് ഞാൻ പോയി ചെയ്തത്. അങ്ങനെ വരുമ്പോൾ പോവുക, അല്ലാണ്ട് അതുണ്ടെന്ന് വിചാരിച്ച് പേടിക്കേണ്ട, അയ്യോ പല്ലില്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ വരുമ്പോൾ കാണുക, ഡോക്ടർ അഡ്വൈസ് തേടുക, അവർ പറയണ പോലെ ചെയ്യുക. കൂടെ ആഫ്റ്റർ സർജറി ഇതും കൂടി പ്രോപ്പറായിട്ട് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് പറയാനാണ് ഈ വീഡിയോ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ വിസ്റ്റം ടൂത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനിയൊരു വീഡിയോ ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ സർജറി. ഇനി 3 ദിവസം നാളെ മറ്റന്നാളായിട്ട് ഡോക്ടറെ കാണാൻ പോകണു, സ്റ്റിച്ച് എടുക്കണു, ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണു. ഇതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ്. ഇന്ന് നാളെയായിട്ട് ഞാൻ ഓക്കെ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്രയേ ഉള്ളൂ.